ദുര്യോധനനോട് സംസാരിക്കാൻ പറ്റാത്തത് വലിയൊരു ബുദ്ധിമുട്ടായി അയാൾക്ക് മാറി. ഭരണകാര്യങ്ങളിൽ ശ്രദ്ധിക്കുവാൻ പോലും അയാൾക്ക് പറ്റാതെയായി. ഗാന്ധാരി അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ശേഷം ഗാന്ധാരിയുടെ നിർബന്ധത്തിൽ ഒരു വിധത്തിൽ ദുര്യോധനനുമായി സംസാരിക്കാൻ ധൃതരാഷ്ട്രർക്ക് അവസരം ലഭിച്ചു. ദുര്യോധന, രാജാധികാരം എന്നത് കേവലം പിതൃദായമല്ല. ഏതൊരു പിതാവിനെയും പോലെ എന്റെ മകൻ സിംഹാസനത്തിൽ ഇരിക്കണമെന്ന ആഗ്രഹം എന്റെ ഹൃദയത്തിലും തുടിക്കുന്നുണ്ട്. എന്നാൽ സിംഹാസനം കൈമാറുന്നതിന്റെ തീരുമാനം എനിക്ക് മാത്രമായി എടുക്കാനാവില്ല. ഒരു വൃക്ഷം പോലെയാണ് രാജഭരണം. അതിന്റെ വേരുകൾ ജനങ്ങളുടെ ഹൃദയങ്ങളിലാണ് പടർന്നിരിക്കേണ്ടത്. എന്നാൽ നീ എന്താണ് ചെയ്തത്? പാണ്ഡവർക്ക് ലഭിക്കുന്ന ജനപ്രീതിയെ കുറ്റപ്പെടുത്തി. പക്ഷേ ആ സമയം നിന്റെ സ്വന്തം ജനസമ്മതി വളർത്തിയെടുക്കാൻ ശ്രമിച്ചോ? പിതാവേ, ദൈവപുത്രന്മാർ എന്ന വിശേഷണം അവരെ മനുഷ്യർക്കപ്പുറത്തേക്ക് ഉയർത്തിയിരിക്കുന്നു. അവരുടെ നിഴൽ മാറ്റി നിർത്തിയാൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും നേടാനാകൂ. അവരിവിടെ ഉള്ളിടത്തോളം കാലം എൻ്റെ എല്ലാ പരിശ്രമങ്ങളും വെറും നിഴലുകൾ മാത്രമായിരിക്കും. മാറ്റി നിർത്തണമെന്നോ? കുറച്ച് ദിവസങ്ങൾ അവരെ ദൂരേക്കെങ്ങാനും അയക്കണം. ഏതെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ മതി. ആ അല്പനേരം എനിക്ക് ധാരാളമാണ് ജനഹൃദയങ്ങളിൽ എൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ. അങ്ങയുടെ പുത്രന് വേണ്ടി ഇതെങ്കിലും അങ്ങ് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നു. ശേഷം ദുര്യോധനൻ പോയി. ധൃതരാഷ്ട്രരെ ചിന്തിപ്പിക്കുന്നതായിരുന്നു മകന്റെ ആ ആഗ്രഹം. തെറ്റില്ല എന്ന് അയാൾക്കും തോന്നി. ആർക്കും ദ്രോഹമൊന്നും ചെയ്യുന്നില്ലല്ലോ. മാത്രവുമല്ല, മകൻ കിരീടം വെക്കുന്നത് കാണാൻ തന്നെയാണ് ധൃതരാഷ്ട്രർക്കും ആഗ്രഹം.